ഹൃദയത്തിയായ ഒരു കഥ, നാട്ടുപുറത്തെ കഥ. പെണ്ണില്ലാതെ പൊന്നില്ലാതെ ഈ നാട്ടിലും പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു സന്ദേശം ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. ബേസിൽ ജോസഫ് ഇതുവരെ കണ്ട സിനിമയിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചതാണ്. അതേപോലെ തന്നെ വേറെ കുറേ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എനിക്ക് അതിനകത്ത് വില്ലനെ ഇഷ്ടപ്പെട്ടു. പിന്നെ സന്ധ്യാരായന്ദ്രൻ, ഒരുപാട് കഥാപാത്രങ്ങൾ പുതിയ പുതിയ ആൾക്കാർക്കെല്ലാം അവസരം കൊടുക്കുന്നുണ്ട്. നല്ല ഒരു സിനിമയാണ്. കുറച്ച് സിനിമയാണെങ്കിലും വളരെ നല്ല സാധാരണക്കാരൻ്റെ നല്ല സൂപ്പർ പടം, നല്ലൊരു കഥ, ബേസിലിൻ്റെ നല്ലൊരു അഭിനയം നമുക്ക് കാണാൻ പറ്റില്ല. സൂപ്പറാണ്. ഇതുവരെ ചെയ്തത് ഏറ്റവും നല്ല ക്യാരക്ടറാണ്. സൂപ്പർ. നല്ല സിനിമയായിരുന്നു. എല്ലാവർക്കും കാണാൻ സാധിക്കും. നല്ല പടമായിരുന്നു. മനോഹരമായ അടിപൊളി. സൂപ്പറായിട്ടുണ്ട്, വളരെ സൂപ്പറായിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള മൂവി, ഫാമിലിയെ തിരിച്ചു കൊണ്ടുവരുന്ന മൂവിയാണ്. ഞാനത് അഭിനയിച്ചാണ്. അത് ഇങ്ങനെ തിയേറ്ററിൽ ഇത്ര റെസ്പോൺസ് കിട്ടുമെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. അറിയില്ല ഇനി ബാക്കി ഇപ്പം നമ്മളെല്ലാവരും പരിചയക്കാരുടെ ഷോ ആണ്. നമ്മുടെ കഴിഞ്ഞിട്ട് സാധാരണ ആൾക്കാരുടെ ഷോ. പടം ഇഷ്ടപ്പെട്ടു. പടം നന്നായിട്ടുണ്ട്. ഫാമിലി ഡ്രാമയാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. ബേസിലായിട്ട് പെർഫോമൻസിൽ നല്ല വേരിയേഷൻസ് ഉണ്ട്. അത് നമ്മൾ മുമ്പ് വന്നതിൽ നിന്ന് ഭയങ്കരമായൊരു കോമഡി പടം എക്സ്പെക്ട് ചെയ്ത് വരുന്നത്. ഇത് ഭയങ്കര ഒരു നല്ലൊരു ഫാമിലി ഡ്രാമയാണ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ്. നമ്മുടെ അംബാനിൽ നിന്ന് മരിയാനയിലായിട്ടുള്ള നമ്മുടെ സജിൻ ഗോപുവിൻ്റെ ചേഞ്ചൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് ന്യൂ ഫേസ് കുറേ ആൾക്കാർ ഓഡിഷൻ ചെയ്ത് ഞങ്ങൾ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായൊരു സ്ക്രീൻ സ്പേസ് ഒക്കെ ഡയറക്ടർ ജോഷേട്ടൻ തന്നു. നമ്മള് ജോലി ചെയ്തേ എല്ലാവരും സ്വീകരിക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ, കാണട്ടെ. നല്ല സിനിമ. അച്ഛന് പൊന്മാൻ സൂപ്പറാന്ന് പറയാങ്കോ. സൂപ്പർ പടം, ഇമോഷണൽ സൂപ്പർ. പടം എങ്ങനെയുണ്ട്? ഞങ്ങൾ കുറേ ചേച്ചി അടിപൊളിയാണ്, ഞാനും അടിപൊളിയാണ്.